ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. ഷെബീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നാം ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ബ്രെഡ് പോളയാണ്. നല്ല ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട്, വളരെ സോഫ്റ്റാണ്, അതുപോലെ ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പവുമാണ്. അപ്പോൾ എത്രയും വേഗം നമുക്ക് നമ്മളുടെ വീഡിയോയിലോട്ട് പോകാം. ഇതുണ്ടാക്കുന്നതിന് വേണ്ടി മിക്സിയുടെ വലിയ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 250 ml കപ്പിൽ ഒരു കപ്പ് അളവിൽ പാലെടുക്കുന്നുണ്ട്. ഇനി ഒരു 5 പീസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. അത് ഇതിന്റെ അരികുവശമെല്ലാം ഒന്ന് മുറിച്ച് കളഞ്ഞിട്ട് അത് നമുക്ക് ഈ മിക്സിയിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പൊട്ടിച്ചിടാവുന്നതാണ്. ഇനി നമുക്ക് വേണ്ടത് 4 കോഴിമുട്ടയാണ്. അപ്പം ഞാനിവിടെ 2 ബൗൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ കോഴിമുട്ട ഇതുപോലെ പൊട്ടിച്ചിട്ട് വെള്ള വേറെ ഉണ്ണി വേറെ അങ്ങനെയാണ് മാറ്റി എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ 4 കോഴിമുട്ടയും അതുപോലെ നമുക്ക് ഉണ്ണിയും വെള്ളയും വേർതിരിച്ചെടുക്കാം. ഇനി മുട്ടയുടെ വെള്ള മാത്രം മിക്സിയുടെ ജാറിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 3 ടീസ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു പാൽപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്, ചെറിയ പാക്കറ്റ്. ഇതൊരു 2 ടീസ്പൂൺ പാൽപ്പൊടി ഉണ്ടാകും. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇനി ഒരു കേക്ക് ടിൻ എടുത്തിട്ടുണ്ട്. സ്റ്റീൽ പാത്രമായാലും കുഴപ്പമൊന്നുമില്ല, അതിലായാലും ഇതുപോലെ കുറച്ച് നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതിയാകും. നിങ്ങൾ ബട്ടറാണ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ അൺസാൾട്ടഡ് ബട്ടർ ചേർക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇതിന്റെ എല്ലാ ഭാഗത്തും അതുപോലെ അടിയിലും സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം അടിച്ചു വെച്ച ഇത് കൂട്ട് നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ആവിയിലാണ് വേവിച്ചെടുക്കുന്നത്. ഇതിനായിട്ട് ഒരു ഇഡ്ഡലി ചെമ്പ് ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ വെള്ളമൊക്കെ നന്നായി തിളച്ച് ആവി വരുന്നുണ്ട്. ഇനി ഇട്ടിനെ ഇതിലോട്ട് ഇറക്കി വെച്ച് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഫോയിൽ പേപ്പർ ഉണ്ടെങ്കിൽ ഇതിന്റെ മുകൾ ഭാഗം ഒന്ന് കവർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. അപ്പോൾ ആവി വെള്ളം ഇതിലോട്ട് വീഴുകയില്ല. ഇനി മുട്ടയുടെ ഉണ്ണിയിലേക്ക് 1.5 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. വാനില എസൻസ് ചേർക്കുന്നത് ഈ മുട്ടയുടെ മണം ഒന്ന് കുറഞ്ഞു കിട്ടാനാണ്. ഇനി നമ്മളുടെ ആവിയിൽ വെച്ചിട്ടുള്ളത് എന്തായിട്ടൊന്ന് നോക്കാം. ഇപ്പോൾ ഇതിവിടെ നന്നായിട്ടൊന്ന് ഉറച്ചു വന്നിട്ടുണ്ട്. ഇനി ഇതിന്റെ മുകളിലോട്ട് മുട്ടയുടെ മഞ്ഞ ഇതിന്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ആകത്തക്ക വിധത്തിൽ ഇതൊന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് മൂടി വെക്കാം. ഇത് വേഗം തന്നെ ആയി കിട്ടുന്നതാണ്. 5 മിനിറ്റിനുള്ളിൽ ഇതൊന്ന് വെന്ത് കിട്ടുന്നതാണ്. ഇപ്പം നമ്മളുടെ ബ്രെഡ് പോള ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇത് വെന്തോന്ന് അറിയാനായിട്ട് ഒരു ടൂത്ത് പിക്ക് വെച്ചോ അതല്ലെങ്കിൽ സ്ക്വയർ വെച്ചോ എന്തെങ്കിലും വെച്ചിട്ട് ഇതൊന്ന് കുത്തി നോക്കാവുന്നതാണ്. ഇപ്പോൾ ഇതിലൊന്നും ഒട്ടിപ്പിടിക്കുന്നില്ല. അപ്പം നമ്മളുടെ പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുക്കാനായിട്ട് വെച്ചു കൊടുക്കാം. ബ്രെഡ് പോള ഇവിടെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇതിന്റെ എല്ലാ ഭാഗത്തുനിന്നും ഇത് വിട്ടു വന്നിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. അതിനുശേഷം ഇത് വീണ്ടും തിരിച്ച് ഒരു പാത്രത്തിലോട്ട് മാറ്റുന്നുണ്ട്. ഇതിന്റെ മുകൾ ഭാഗം മഞ്ഞായിട്ട് മുകൾ ഭാഗം വരുവാൻ വേണ്ടിയിട്ട് വീണ്ടും ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പൊ കട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം അത് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്, അതുപോലെ നല്ല ടേസ്റ്റും ആണ്. അപ്പൊ ഇതുപോലെയൊക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒന്നാണ്. എല്ലാം കൂടി മിക്സിയിൽ ഒന്ന് കറക്കിയെടുത്തിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ബ്രെഡ് പോളയാണ്. അപ്പൊ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക. അപ്പൊ ഇന്നത്തെ റെസിപ്പി ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി നല്ലൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ വരുന്നത് വരെ ഇൻഷാ അല്ലാഹ്, അസ്സലാമു അലൈക്കും.